1997 ആപ്പിള് വലിയൊരു പ്രതിസന്ധി നേരിട്ടു. അവരുടെ കയ്യിൽ 90 ദിവസം കൂടെ ബിസിനസ്സിൽ സർവൈവ് ചെയ്യാനുള്ള പൈസ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു സമയത്ത് സിലിക്കൺ വാലിയുടെ പൊന്നോമനയായ ആപ്പിളിന്റെ അന്ത്യം എത്തിയിരിക്കുന്നു. അവരുടെ മാർക്കറ്റ് ഷെയർ വെറും 3% കൂപ്പുകുത്തിയിരിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ഏതാണ്ട് $1 ബില്യൺ ആനുവൽ ലോസസ് ആണ് കമ്പനി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ആപ്പിളിന്റെ അവസാനമെന്ന് വാൾ സ്ട്രീറ്റ് അടക്കം വിധി എഴുതി. അങ്ങനെ ഇരുന്ന സമയത്ത് ആപ്പിള് 60 സെക്കൻഡിന്റെ ഒരു ആഡ് പുറത്തിറക്കുകയാണ്. ആ ആഡിലൂടെ അവരുടെ ഭാവി മാറുന്നു. ഹലോ, മൈ നെയിം ഈസ് അഖിൽ ആൻഡ് വെൽക്കം ടു ദ ട്രൈബ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്കാലത്തെ മികച്ച മാർക്കറ്റിംഗ് ക്യാമ്പയിനുകളിൽ ഒന്നായ ആപ്പിളിന്റെ തിങ്ക് ഡിഫറെന്റ് എന്ന ക്യാമ്പയിനെ പറ്റിയിട്ടാണ്. ആ ക്യാമ്പയിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ആപ്പിള് ഈ പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടാനായി നടത്തിയ ഒരു നീക്കത്തെ പറ്റി നമ്മൾ സംസാരിച്ചേ മതിയാകും. 1985 കമ്പനിയിൽ ഉണ്ടായ ഒരു പവർ സ്ട്രഗിൾ മൂലം സ്വന്തം കമ്പനിയിൽ നിന്നും പുറത്താക്കപ്പെട്ട സ്റ്റീവ് ജോബ്സിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ആപ്പിൾ തീരുമാനിക്കുകയാണ്. സ്റ്റീവ് ജോബ്സ് തിരിച്ച് ആപ്പിളിലേക്ക് എത്തുമ്പോൾ താൻ വിട്ടിട്ട് പോയ ഒരു കമ്പനിയെ അല്ല കണ്ടത്. ആകെ തകർന്ന് വളരെ കൺഫ്യൂഷനിലൂടെ നിൽക്കുന്ന ഒരു കമ്പനിയാണ് സ്റ്റീവ് ജോബ്സിന് കാണാനായി സാധിച്ചത്. ആപ്പിളിന്റെ പ്രൊഡക്റ്റുകളിൽ വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അവ ഓവർ പ്രൈസ്ഡ് ആയിരുന്നു, അവ ഔട്ട്ഡേറ്റഡ് ആയിരുന്നു. സ്റ്റീവ് ജോബ്സ് തിരിച്ചു വരുന്ന സമയത്ത് ആപ്പിളിന് ഏതാണ്ട് 350-ലധികം പ്രൊഡക്റ്റ് കോൺഫിഗറേഷൻസ് ഉണ്ടായിരുന്നു. അദ്ദേഹം ചെയ്ത ആദ്യ കാര്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ഈ പ്രൊഡക്റ്റ് കോൺഫിഗറേഷൻസിനെ വെട്ടിച്ചുരുക്കി 4 മാറ്റുക എന്നുള്ളതായിരുന്നു. വളരെ ബ്രൂട്ടലായ ഒരു തീരുമാനമായി അത് തോന്നിയേക്കാം. പക്ഷെ ആപ്പിളിന്റെ അന്നത്തെ നിലനിൽപ്പിനും നഷ്ടപ്പെട്ടു പോയ ഫോക്കസിനെ തിരിച്ചു കൊണ്ടുവരാനും ആ നീക്കം വളരെ അനിവാര്യമായിരുന്നു. പക്ഷെ സ്റ്റീവ് ജോബ്സിന് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. കുറെ പ്രൊഡക്റ്റുകൾ വെട്ടിച്ചുരുക്കിയത് കൊണ്ടോ ഇനിയും കുറെ നല്ല കമ്പ്യൂട്ടറുകൾ മാർക്കറ്റിലേക്ക് ഇറക്കി വിട്ടത് കൊണ്ടോ മാത്രം കാര്യമില്ല എന്ന്. കാരണം ആപ്പിൾ എന്ന ബ്രാൻഡില് ആൾക്കാർക്ക് ഉണ്ടായിരുന്ന വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് തിരികെ പിടിക്കണം. അത് തിരികെ പിടിക്കാനായിട്ട് ഒരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ചെയ്തേ മതിയാകും. പക്ഷേ ഈ മാർക്കറ്റിംഗ് ക്യാമ്പയിനില് ആപ്പിളിന്റെ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയും അവരുടെ ഒരു ഫീച്ചറിനെ പറ്റിയും മെൻഷൻ ചെയ്യുകയില്ല. അതിൽ സംസാരിക്കുക ആപ്പിൾ എന്ന കമ്പനി എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടായിരുന്നു. ആപ്പിൾ എന്ന കമ്പനി അതിന്റെ തുടക്കകാലങ്ങൾ തൊട്ടേ സകല ചട്ടങ്ങളും പൊളിച്ചെഴുതിയ ഒരു കമ്പനിയായിരുന്നു. അവരുടെ ഓരോ പ്രൊഡക്റ്റിലും ക്രിയേറ്റിവിറ്റിയും ചേഞ്ചസും കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു കമ്പനിയായിരുന്നു. അപ്പോൾ ആപ്പിളിന്റെ ഈ സവിശേഷതകൾ അടങ്ങുന്ന അല്ലെങ്കിൽ അവരുടെ ഈ ക്വാളിറ്റീസിനെ എടുത്തു കാണിക്കുന്ന ആഡ് ആയിരിക്കണം അടുത്ത ആഡ് എന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഈ തോട്ട് പ്രോസസ്സിലൂടെയാണ് തിങ്ക് ഡിഫറെന്റ് എന്ന ക്യാമ്പയിനിലേക്ക് അവർ എത്തിച്ചേരുന്നത്. അന്നത്തെ കാലത്ത് ആപ്പിളിന്റെ കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ അവരുടെ പരസ്യങ്ങളിൽ എടുത്തു പറഞ്ഞിരുന്നത് അവരുടെ പ്രൊസസ്സേഴ്സിന്റെ പവറിനെ പറ്റിയും അവരുടെ വിലക്കുറവിനെ പറ്റിയൊക്കെ ആയിരുന്നെങ്കിൽ ആപ്പിളിന്റെ ആഡില് അവർ സംസാരിച്ചത് കമ്പ്യൂട്ടറുകളെ പറ്റിയോ ടെക്നോളജിയെ പറ്റിയോ ഒന്നുമായിരുന്നില്ല. അവർ സംസാരിച്ചത് മനുഷ്യരാശിയെ പറ്റി തന്നെയാണ്. തിങ്ക് ഡിഫറെന്റ് എന്ന ക്യാമ്പയിനിലെ ആദ്യ ആഡിലെ ആദ്യ വരികൾ ഇങ്ങനെയായിരുന്നു: ഹിയർസ് ടു ദ ക്രേസി വൺസ്, ദ മിസ്ഫിറ്റ്സ്, the rebels, the troublemakers, the ones who see the world differently. And ഈ ഒരു ആഡില് ആപ്പിളിന്റെ ഒരു കമ്പ്യൂട്ടർ പോലും നിങ്ങൾ കാണില്ല, അവരുടെ ഒരു പ്രൊഡക്റ്റ് ഫീച്ചർ പോലും നിങ്ങൾ കേൾക്കില്ല. പകരം നിങ്ങൾ കാണുക മഹാത്മാഗാന്ധിയെയും ആൽബർട്ട് ഐൻസ്റ്റീനെയും മാർട്ടിൻ ലൂതർ കിങ്ങിനെയും പിക്കാസോയെയും പോലെയൊക്കെയുള്ള ലോകത്തിൽ അവരുടേതായ മുദ്ര പതിപ്പിച്ചു പോയ ചില മഹാന്മാരെയാണ്. ഈ ആഡിലൂടെ ആപ്പിൾ പറയാൻ ശ്രമിച്ചത് ആപ്പിൾ എന്ന ബ്രാൻഡ് ഈ ലോകത്തിൽ വലിയ വലിയ സ്വപ്നങ്ങൾ കാണുന്നവർക്ക് വേണ്ടിയുള്ളതാണ്, ഈ ലോകത്തെ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് എന്നുള്ളതാണ്. മറ്റു കമ്പനികൾ ഒരു മെഷീൻ സെല്ല് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്ട്സിനെ സെല്ല് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ആപ്പിൾ സെല്ല് ചെയ്യാൻ ശ്രമിച്ചത് ഒരു മൈൻഡ് സെറ്റ് ആണ്, തിങ്ക് ഡിഫറെന്റ് എന്ന മൈൻഡ് സെറ്റ്. എല്ലാവരും തന്നെ എഴുതി തള്ളിയ ആപ്പിളിനെ റിവൈവ് ചെയ്യാൻ ഈ ഒരു ക്യാമ്പയിന് സാധിച്ചു. ആൻഡ് അവിടുന്ന് അങ്ങോട്ട് ആൾക്കാർ ആപ്പിളിനെ വെറും ഒരു കമ്പ്യൂട്ടർ കമ്പനി ആയിട്ടല്ല കണ്ടത്, ഒരു മൂവ്മെന്റ് ആയിട്ടാണ് കണ്ടത്. സ്റ്റീവ് ജോബ്സിന്റെ നേതൃത്വവും ഈ ആഡിന്റെ ഇമ്പാക്റ്റും കാരണം ആപ്പിളിന്റെ ബ്രാൻഡ് വാല്യൂ എന്ന് പറയുന്നത് ഒരു വർഷം കൊണ്ട് തന്നെ $1.2 ബില്യൺ നിന്നും ഏതാണ്ട് $7 ബില്യൺ കുതിച്ചുയർന്നു. അവിടെ നിന്നും സ്റ്റീവ് ജോബ്സ് ആപ്പിളിനെ ഒരു ഗ്ലോബൽ ജയന്റ് ആക്കി മാറ്റുകയാണ്. റെവല്യൂഷണറി ആയിട്ടുള്ള പല പ്രൊഡക്ട്സും ആപ്പിള് ഇൻട്രൊഡ്യൂസ് ചെയ്തു. 1998 ഐമാക്, 2001 ഐപോഡ്, 2003 ഐട്യൂൺ സ്റ്റോർ, 2007 ഐഫോൺ, 2010 ഐപാഡ്. പിന്നീട് ആപ്പിള് ലോകത്തിൽ തന്നെ ഏറ്റവും വാല്യൂബിൾ ആയ കമ്പനിയായി മാറുന്നുണ്ട്. ആൻഡ് എപ്പോഴത്തെയും പോലെ ഈ ഒരു ആഡ് ക്യാമ്പയിനിൽ നിന്നും ബിസിനസ് സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാൻ സാധിക്കുക എന്ന് നോക്കിയാലോ. ആദ്യത്തെ പാഠം എന്ന് പറയുന്നത് സെൽ എ ബിലീഫ് നോട്ട് എ പ്രൊഡക്റ്റ് എന്നുള്ളതാണ്. ആപ്പിൾ വിൽക്കാൻ ശ്രമിച്ചത് അവരുടെ പ്രൊഡക്റ്റുകളോ അവരുടെ ഫീച്ചറുകളോ ഒന്നുമല്ല. അവർ വിൽക്കാൻ ശ്രമിച്ചത് തിങ്ക് ഡിഫറെന്റ് എന്ന് പറയുന്ന ഒരു ബിലീഫാണ്. അത് വാങ്ങുമ്പോൾ പലരും ഒരു മൂവ്മെന്റിന്റെ ഭാഗമാണ് എന്ന് വിശ്വസിപ്പിക്കാനായിട്ട് ആപ്പിളിന് സാധിച്ചു.
രണ്ടാമത്തെ പാഠം എന്ന് പറയുന്നത് അലൈൻ മാർക്കറ്റിംഗ് വിത്ത് ഐഡന്റിറ്റി എന്നതാണ്. തിങ്ക് ഡിഫറെന്റ് എന്ന ക്യാമ്പയിൻ ആപ്പിൾ എന്ന കമ്പനിയിൽ വർക്ക് ആയതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ആപ്പിൾ എന്ന കമ്പനിയുടെ പ്രൊഡക്റ്റുകളും അവരുടെ ലീഡറും അവരുടെ വാല്യൂസും എല്ലാം ഡിഫറെന്റ് ആയിരുന്നു എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും നമ്മുടെ ബ്രാൻഡിന്റെ ഐഡന്റിറ്റി നമ്മളുടെ അഡ്വർടൈസ്മെന്റിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. നമ്മളുടേതല്ലാത്ത ഐഡന്റിറ്റി കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ആളുകൾക്ക് അതെന്തായാലും കണ്ടെത്താനായി സാധിക്കും. മൂന്നാമത്തെ പാഠം എന്ന് പറയുന്നത് സിംപ്ലിസിറ്റി ഈസ് പവർഫുൾ എന്നതാണ്. ആപ്പിളിന്റെ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു ആഡ് ക്യാമ്പയിൻ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീഡിയോ ആയിരുന്നു. അതിൽ ഉപയോഗിച്ചത് പല ഫോട്ടോകളും അതിന്റെ മേളിലൂടെ ഒരു ടെക്സ്റ്റുമായിരുന്നു. പക്ഷെ എന്നിട്ടും വളരെ ക്ലാരിറ്റിയോടെ അവർക്ക് പറയേണ്ടത് കസ്റ്റമേഴ്സിനോട് പറഞ്ഞപ്പോൾ ആളുകൾ അത് കേട്ടിരുന്നു. ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ആ ഒരു ആഡിന് സാധിച്ചു. അപ്പൊ നമുക്ക് പറയാനുള്ള മെസ്സേജ് എന്താണെങ്കിലും വളരെ ക്ലാരിറ്റിയോട് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിനോട് പറയാൻ ശ്രമിക്കുക. സിമ്പിൾ ആണെങ്കിലും അത് അവർക്ക് കണക്ട് ആവുക തന്നെ ചെയ്യും. അപ്പൊ തിങ്ക് ഡിഫറെന്റ് എന്ന് പറയുന്ന ക്യാമ്പയിന്റെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എന്റെയും വൺ ഓഫ് ദ ഫേവറേറ്റ് ആഡ്സ് ഓഫ് ഓൾ ടൈം ആണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കാണാത്തവർക്ക് വേണ്ടി അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ, വളരെ പവർഫുൾ ആണ്. ആൻഡ് ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കുക. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ബിസിനസ് സ്റ്റോറീസ് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ മാർക്കറ്റിംഗ് കേസ് സ്റ്റഡീസ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ബിസിനസ് കേസ് സ്റ്റഡീസ് ആൻഡ് മാർക്കറ്റിംഗ് കേസ് സ്റ്റഡീസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ പേജിലെ മറ്റ് വീഡിയോസും ചെക്ക്ഔട്ട് ചെയ്യുക. സോ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. കാപ്പേഡിയം.